തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ഉത്രാട ദിനം പ്രമാണിച്ച് ഉത്രാട കാഴ്ച എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. പഴയകാലത്തെ ഓണ ഓർമ്മകൾ ഉണർത്തിയാണ് ഈ കാഴ്ചക്കുലകൾ എത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. സ്മിത ഹരിദാസ് ഇപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ തത്സമയം ചേരുകയാണ്. സ്മിത, ഗുഡ് മോർണിംഗ്. എല്ലാ അവിടെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഉത്രാട ദിന ആശംസകൾ നേരുന്നു. ഇപ്പം തിരിയണ്ട, കുറച്ച് കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ മതി, പറയൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. ഇവിടെ ഉത്സവത്തിൻ്റെ ഇന്ന് നാളെ തിരുവോണമാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഉത്രാടം. ഉത്രാട ദിനത്തിൽ പ്രത്യേക ചടങ്ങുകളുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ കൂടാതെ ഇവിടെ ഇപ്പോൾ നമ്മുടെ പുറകിൽ 9 ആനയോളം എഴുന്നള്ളി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഉത്രാടം നാളിൽ പണ്ട് രാജഭരണ കാലത്ത് ഉണ്ടായിരുന്ന ഉത്രാട കാഴ്ചകൾ, ആ ഉത്രാട കാഴ്ചയുടെ ഓർമ്മ ഉണർത്തിയിട്ട് ഇവിടെയും ഉത്രാട കാഴ്ച എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ സ്വാതി, എനിക്ക് തോന്നുന്നു ഉത്രാട കാഴ്ചയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് പഴക്കുലകൾ തന്നെയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നമുക്കറിയാലോ ഉത്രാട കാഴ്ച ചങ്ങാലിക്കോടൻ പഴക്കുലകളാണ്. ഇവിടെ ദാ പഴക്കുലകളുണ്ട്, എല്ലാ തരത്തിലുള്ള പഴക്കുലകളുമുണ്ട്. മത്തങ്ങയുണ്ട്, ചേനയുണ്ട്, ശർക്കരയുണ്ട്, അരി, അങ്ങനെ എല്ലാം തന്നെ നമുക്കറിയാലോ. കൃഷി എടുത്ത് വിളവെടുപ്പ് നമ്മുടെ പച്ചക്കറികളാകട്ടെ കൃഷി ആ ദിവസങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അതെല്ലാം തന്നെ കാഴ്ചവെക്കുന്നു. ഇപ്പം നാളെ തിരുവോണ സദ്യ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവോണ സദ്യ നടക്കുന്നത് ഇവിടെയാണെന്ന് അറിയാലോ. എല്ലാവരും തന്നെ എറണാകുളം ജില്ലയിലുള്ളവർ മാത്രമല്ല, പലരും ഈ തിരുവോണ സദ്യ ഒരു നേദ്യമായി കാണുന്നവരുണ്ട്. അങ്ങനെ തിരുവോണം ഇവിടെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. അപ്പോൾ ആ ദിവസത്തിൽ ഈ ഉത്രാട സദ്യക്ക് ഉണ്ടാകുന്ന ചടങ്ങിൽ ഉണ്ടാകുന്ന വിഭവങ്ങളാണ് സദ്യക്കായിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, നമുക്ക് ആ ചേച്ചിയോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ഈ ഉത്രാട ചടങ്ങുകളുണ്ടല്ലോ, ഇതിന്റെ സദ്യക്കുള്ള ഈ ചടങ്ങുകൾ, ചിട്ടവട്ടങ്ങൾ, അതിനുള്ള കൂടുതൽ സാധനങ്ങൾ ഇവിടെ കിട്ടുമോ ഇന്നത്തെ ദിവസത്തിൽ? തീർച്ചയായിട്ടും കിട്ടും. എല്ലാവർക്കും തിരുവോണം ഉത്രാട കാഴ്ചകൾ പ്രധാനമാണ്. അതെല്ലാവരും കൊണ്ട് വയ്ക്കും. ഇവിടെ കിട്ടാറുണ്ട് കൂടുതലായിട്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങാണിത്. അപ്പൊ ദൂരെ നിന്നുള്ള ആളുകളൊക്കെ എത്തും, എല്ലാവരും എത്തും, വയ്ക്കും. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായതായാലും നമ്മൾ കൊണ്ടുവയ്ക്കുക. അതൊക്കെ പ്രധാനമാണ് ആദ്യം ഇവിടെ വയ്ക്കുക എന്നുള്ളത്. പിന്നെ ആദ്യം അത് അവിടെ ഭഗവാന് നേദിച്ചിട്ട് ബാക്കിയാണ് ഓരോ കാഴ്ചക്കുലകളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇനി അങ്ങോട്ട് രാവിലെ 8:30 മണിക്ക്, കൃത്യം 8:30 മണിക്ക് ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട് എല്ലാവരും ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവരുന്നുള്ളത്. ചേട്ടൻ എവിടെ നിന്നാ വരുന്നത്? കളമശ്ശേരി. അപ്പൊ ഉത്രാടദിന ആശംസകൾ എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ കൊല്ലം വരാറുണ്ട്? എല്ലാ കൊല്ലം വരാം. സദ്യ ഉണ്ണാൻ വരാറുണ്ട്? സദ്യ ഉണ്ണാൻ ഒരു പ്രാവശ്യം വരാറുള്ളൂ. അങ്ങനെ ഇല്ലാത്തപ്പോ മാത്രം, മുടങ്ങിയ മാത്രമേ വരാറുള്ളൂ. ഉത്രാടദിന എല്ലാ ദിവസവും വരും. ഇപ്പൊ ഇവിടെ ഈ 10 ദിവസം ഓണസദ്യ. അപ്പൊ ഞാൻ മുമ്പൊരിക്കൽ കേട്ടിട്ടുണ്ട് ഈ പരിസരത്തുള്ളവരെല്ലാവരും ഈ അമ്പലത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും, അല്ലെ? അപ്പൊ വരാറുണ്ട്. പിന്നെ ആരൊക്കെയുണ്ട് ഇവിടെ? ചേച്ചി പറയൂ, ചേച്ചി എവിടെന്നാ? അങ്ങരപ്പടി. എല്ലാ കൊല്ലം വരും? എല്ലാ കൊല്ലം. ഈ ഉത്രാടക്കാഴ്ചയെ പറ്റി അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഉത്രാടക്കാഴ്ച കേട്ടിട്ടുണ്ട്, വലിയ അറിവൊന്നുമില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലെ ചില ചടങ്ങുകളൊക്കെ നമുക്ക് പണ്ടത്തെ ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഉത്രാടക്കാഴ്ച പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയണം. കൊണ്ടുവന്നിട്ടുണ്ടോ കാഴ്ച വല്ലതും? തൊഴാൻ വേണ്ടി വന്നതാ, അല്ലെ? എല്ലാ ദിവസവും വരും ചേച്ചി? എല്ലാ ദിവസവും ഇല്ല, ഇടയ്ക്ക് 1-2 ദിവസങ്ങൾ. ഓണൊക്കെ എവിടം വരെ? ഉത്രാടപ്പാച്ചിലൊക്കെ ഉണ്ടോ? ആശംസകൾ, എല്ലാ ആശംസകളും. ഗുഡ് മോർണിംഗ്. സ്മിത ഹരിദാസ്. ഞാൻ അങ്ങാടി ഡെയിലി അങ്ങാടിയിൽ വെച്ച് അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കാടി. പരിചയമുള്ളൊരു ചേട്ടനോട്. ചേട്ടൻ എല്ലാ ദിവസവും വരും അമ്പലത്തിൽ? ഞാൻ എല്ലാ ദിവസവും വരും, എല്ലാ മാസവും വരും. ഉത്രാടക്കാഴ്ചയെ കുറിച്ച് ചേട്ടൻ അറിയാമോ ചേട്ടാ? ഉത്രാടക്കാഴ്ച മാവേലി വരുന്നതിനെ പറ്റി. അപ്പൊ ഇവിടെ ഉത്സവം മാത്രമല്ല, അപ്പൊ ഉത്സവം എന്നുള്ളത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം വാമനമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. നാളെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഈ 10 ദിവസം അത്തം മുതൽ നീണ്ടു നിന്ന ഈ ഉത്സവ ചടങ്ങുകൾ. അപ്പൊ അതിനുള്ള ചടങ്ങുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഉത്രാട കാഴ്ചയുടെ ചടങ്ങാണ്. അതിന് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞിരിക്കുന്നു. ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എസ്കേൻ അതിന്റെ ഒരു ഓളത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഈ സ്മിത ഹരിദാസ, സീന മുഹമ്മദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് വല്ല പൈസ വല്ലതും കൊടുത്തോന്നാ കാര്യം? അവിടെ നിൽക്കുമ്പോൾ ദേവി നേരിട്ടിറങ്ങിയതാണോ സംശയം തോന്നിയെന്ന്? ഇങ്ങനെയുള്ള സംശയങ്ങൾ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 12 സെക്കൻഡും. പറയരുത്. കുട്ടി പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്, സൂക്ഷിച്ചെന്നുള്ളൂ.